ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള നവോത്ഥാനം എന്ന ഭാഗത്തു നിന്നും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടുള്ള വൈകുണ്ഠ സ്വാമികളെ കുറിച്ചിട്ടാണ്. നിങ്ങൾ PSCയുടെ ഏതൊരു പരീക്ഷയ്ക്ക് പോവുകയാണെങ്കിലും വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, തൈക്കാടയ്യ ഇവരെ കുറിച്ചൊന്നും പഠിക്കാതെ ഒരിക്കലും പോകരുത്. അത് ഏതൊരു പരീക്ഷക്കാണെങ്കിലും ഇവരെ കുറിച്ചൊക്കെ എന്തായാലും പഠിച്ച ശേഷം മാത്രം പോവുക. എന്തായാലും ചോദ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണ്. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, വൈകുണ്ഠ സ്വാമികൾ എന്നിവരെ കുറിച്ചൊക്കെ എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും കമന്റുകളാണ് എനിക്ക് കൂടുതൽ ക്ലാസ്സുകൾ ചെയ്യാനുള്ള പ്രചോദനം നൽകുന്നത്. ആകെ എനിക്ക് ഇതിന്ന് പ്രചോദനം കിട്ടാനുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കമന്റുകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും മാത്രമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക. നമ്മുടെ ഓരോ ക്ലാസിന്റെയും PDF-ഉം മറ്റ് അനുബന്ധ വിവരങ്ങളും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളും എല്ലാം നടക്കുന്നത് നമ്മുടെ ടെലിഗ്രാമിലാണ്. അപ്പോൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ടെലിഗ്രാം ഇല്ലാത്തവരാണെങ്കിൽ, ടെലിഗ്രാം ചാനൽ ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക. രണ്ടിന്റെയും ലിങ്ക് നമ്മൾ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക. വൈകുണ്ഠ സ്വാമികൾ കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവായി കണക്കാക്കുന്നത് ആരെയാണ്? കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവ് ആരെന്ന് ചോദിച്ചാൽ പലരുടെയും ചിന്ത ശ്രീനാരായണ ഗുരുവിലേക്ക് പോകും. അങ്ങനെ പോകരുത്. കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവ് ആരെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ആരാണ്? അത് വൈകുണ്ഠ സ്വാമികളാണ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് ശ്രീനാരായണ ഗുരു. അത് മാറിപ്പോരുത്. നിങ്ങൾ എന്തായാലും ഇന്ന് നമ്മൾ വൈകുണ്ഠ സ്വാമികളുടെ ക്ലാസ് പഠിക്കുമ്പോൾ ജനിച്ച വർഷം എന്തായാലും ഒന്ന് അറിഞ്ഞു വെക്കുക. നിങ്ങൾക്ക് അത് വെച്ചിട്ട് തന്നെ ഒരുപാട് കണക്ഷൻസ് ഞാൻ ഉണ്ടാക്കി തരാം. ഈ ജനിച്ച വർഷത്തിലൂടെ മാത്രം നിങ്ങൾക്ക് ഒരുപാട് ഉത്തരങ്ങളിലേക്ക് എത്താൻ പറ്റുന്ന പോലെ ഞാൻ ഈ ക്ലാസ് കഴിയുമ്പോൾ ആക്കി തരാം. അപ്പൊ ഈ ജനിച്ച വർഷം നിങ്ങൾ എന്തായാലും ഒന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, 1809 മാർച്ച് 12-നാണ് സ്വാമി തോപ്പിലാണ് ആരുടെ ജനനം? വൈകുണ്ഠ സ്വാമികളുടെ ജനനം. ഓക്കെ, 1809 മാർച്ച് 12-ന് സ്വാമി തോപ്പ്, വൈകുണ്ഠ സ്വാമി അല്ലെ, വൈകുണ്ഠ സ്വാമികൾ അല്ലെ. അപ്പൊ വൈകുണ്ഠ സ്വാമികൾ, സ്വാമി തോപ്പ് കണക്ട് ആയല്ലോ. അപ്പൊ അദ്ദേഹം ജനിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ വൈകുണ്ഠ സ്വാമികൾ, സ്വാമി തോപ്പ്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ തോന്നും, എടാ ചെങ്ങായി, അപ്പൊ ചട്ടമ്പി സ്വാമികളും ഒരു സ്വാമി അല്ലേ, ഈ സ്വാമിനെ ഞങ്ങൾ എങ്ങനെ കണക്ട് ചെയ്യും? എന്തുകൊണ്ട് അവിടെ ഡൗട്ട് വന്നൂടാ അല്ലെ? ശരിക്കും അങ്ങനെ ഡൗട്ട് വരണല്ലോ. ചട്ടമ്പി സ്വാമിയും നിങ്ങൾക്ക് സ്വാമി തോപ്പിലേക്ക് പോകും. നിങ്ങൾ അവിടെ കണക്ട് ചെയ്യേണ്ട ഒരു വാക്ക് ചട്ടമ്പി എന്നുള്ളതാണ്. ചട്ടമ്പി സ്വാമികളല്ലേ, അത് നിങ്ങൾ എന്തായാലും എക്സാം ഹോളിൽ പോയാൽ ഇനി ഓർക്കും. ചട്ടമ്പി എന്ന വാക്ക് കേട്ട, ചട്ടമ്പി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തോ ഓർമ്മ വരാ? ചട്ടമ്പിമാർക്ക് എന്താ പണി? ഈ കൊല്ലും കൊലയൊക്കെയാണ് ചട്ടമ്പിമാർക്ക് പണി. അപ്പൊ ഈ കൊല്ലും കൊലയും ചട്ടമ്പിമാർ എന്ന് ആലോചിച്ചാൽ ഈ ചട്ടമ്പി സ്വാമികൾ എന്ന വേർഡ് അവിടെ കണക്ട് ചെയ്യുക. ചട്ടമ്പി, കൊല്ലും കൊലയും. ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് കൊല്ലൂർ കണ്ണമൂലയാണ്. ഓക്കെ, കൊല്ലൂര് കണ്ണമൂല, അത് കിട്ടിയല്ലോ. അപ്പൊ ചട്ടമ്പിമാർക്ക് എന്താണ് പണി? കൊല്ലും കൊലയൊക്കെയാണ്. അപ്പൊ ചട്ടമ്പി സ്വാമികൾ അവിടെ കണക്ട് ആയി. ഇനി സ്വാമികൾ എന്നുള്ളത് ആരുടെയാണ്? വൈകുണ്ഠ സ്വാമികൾ, സ്വാമി, സ്വാമി തോപ്പ്. അപ്പൊ വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ സ്വാമി തോപ്പാണ്. ഇനി ഡൗട്ട് വരില്ലല്ലോ. അപ്പൊ ഇനി എങ്ങനെ ചട്ടമ്പി സ്വാമികൾ അങ്ങനെ ഓർത്തുകൂടെയെന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരണ്ട. എന്താ ചട്ടമ്പി സ്വാമി എന്ന്, ചട്ടമ്പി എന്ന് കേട്ടാൽ നിങ്ങൾക്ക് എന്ത് ഓർമ്മ വരണം? ചട്ടമ്പിമാർക്ക് എന്താണ് പണി? കൊല്ലും കൊലയൊക്കെയാണ്. അപ്പൊ അതവിടെ സെറ്റായില്ലേ? അപ്പൊ രണ്ടാൾക്കാരുടെ ജനനം നിങ്ങൾക്ക് സെറ്റായി. എന്താണ്? ചട്ടമ്പിമാർക്ക് എന്താണ് പണി? കൊല്ലും കൊലയൊക്കെയാണ്. അപ്പൊ ചട്ടമ്പി സ്വാമികൾ, കൊല്ലൂർ കണ്ണമൂല. ഈ ചട്ടമ്പി എന്ന ആ വാക്ക് മാത്രം അവിടെ എടുക്കുക. അപ്പൊ ചട്ടമ്പി, കൊല്ലും കൊലയും, കൊല്ലൂർ കണ്ണമൂലയിലാണ് ചട്ടമ്പി സ്വാമികളുടെ ജനനം. നമ്മൾ ഇവിടെ ആരെ കുറിച്ചാണ് പഠിച്ചത്? വൈകുണ്ഠ സ്വാമികൾ അല്ലെ. വൈകുണ്ഠ സ്വാമികളുടെ ഒരു സ്വാമി ഉണ്ട്. അപ്പൊ സ്വാമി തോപ്പ്, വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത് സ്വാമി തോപ്പിലാണ്. 1809 മാർച്ച് 12-നാണ് അദ്ദേഹം ജനിച്ചത്. 1809 മാർച്ച് 12. നിങ്ങൾ ആദ്യം ഈ ഒറ്റ പോയിന്റ് ഒന്ന് എന്തായാലും പഠിച്ചു വെക്കുക. 1809 മാർച്ച് 12. നിങ്ങൾക്ക് ഒരുപാട് ഉത്തരങ്ങൾ ഞാൻ ഇവിടെ നിന്ന് മാത്രം സെറ്റ് ചെയ്ത് തരാം. 1809 മാർച്ച് 12 അത് ക്ലിക്കായോ? 1809-ലല്ലേ അദ്ദേഹം ജനിച്ചത്. ഇനി നേരത്തെ പറഞ്ഞ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവായി കണക്കാക്കുന്നത് ആരെയാണ്? 1809-ലാണ് ആദ്യം ആര് ജനിച്ചത്? ഇദ്ദേഹം ജനിച്ചത് വൈകുണ്ഠ സ്വാമികൾ. അപ്പൊ ആരാവും? 1809. ഇനി നിങ്ങൾക്ക് ശ്രീനാരായണ ഗുരു ആണോ ഡൗട്ട് വരുന്നത്? 1856-ലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. 1856-ലാണ്. അപ്പൊ ഇനി ആ ഡൗട്ട് വരില്ലല്ലോ. കാരണം ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ഠ സ്വാമികൾ അതിന് എത്രയോ മുമ്പ് ജനിച്ചിട്ടുണ്ട്. 1809 അദ്ദേഹം ജനിച്ചിട്ടുണ്ട്. അപ്പോ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവ് ആരെന്ന് ചോദിച്ചാൽ ഇനി ഡൗട്ട് വരില്ല. കാരണം 1809 തന്നെ നമ്മുടെ വൈകുണ്ഠ സ്വാമികൾ ജനിച്ചിട്ടുണ്ട്. 1856-ലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. അപ്പൊ ഒരിക്കലും ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവ് ആവില്ല. പിന്നെ നമ്മൾ എന്താണ് പഠിച്ചത്? കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ശ്രീനാരായണ ഗുരുവാണ്. അപ്പൊ ആ പോയിന്റ് സെറ്റ് ആയില്ലേ? പിന്നെ അതുപോലെ തന്നെ വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത് എവിടെയാണ്? സ്വാമി, സ്വാമിത്തോപ്പ്. ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് എവിടെയാണ്? ചട്ടമ്പി, കൊല്ലും കൊലയും, കൊല്ലൂർ കണ്ണമൂലയിലാണ് ചട്ടമ്പി സ്വാമികളുടെ ജനനം. അപ്പൊ
കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവായി കണക്കാക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ ആരെയാണ്? വൈകുണ്ഠ സ്വാമികളെയാണ്. ഓക്കെ, കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവായി കണക്കാക്കുന്നത് വൈകുണ്ഠ സ്വാമികളെയാണ്. വൈകുണ്ഠ സ്വാമികളുടെ ആദ്യകാല നാമം എന്താണ്? മുടിചൂടും പെരുമാൾ എന്നാണ്. വൈകുണ്ഠ സ്വാമികളുടെ ആദ്യകാല നാമമാണ് മുടിചൂടും പെരുമാൾ. പിന്നീട് അദ്ദേഹത്തിന് ആ പേര് മാറ്റേണ്ടി വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഈ പെരുമാൾ എന്നത് ഉയർന്ന ജാതിക്കാർ മാത്രം സ്വീകരിക്കുന്ന ഒരു പേരാണ്. ഓക്കെ, ഉയർന്ന ജാതിക്കാർ മാത്രം സ്വീകരിക്കുന്ന ഒന്നാണ് പെരുമാൾ എന്നത്. അപ്പൊ ഉയർന്ന ജാതിക്കാർക്ക് ഇത് പറ്റുന്നില്ല. അപ്പൊ അവരുടെ എതിർപ്പ് മൂലം അദ്ദേഹം പേര് മാറ്റുന്നുണ്ട്. എന്താണ്? മുത്തുക്കുട്ടി എന്നാക്കുന്നുണ്ട്. അപ്പൊ ആദ്യകാല നാമം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ മുടിചൂടും പെരുമാൾ എന്നാണ്. ഈ പെരുമാൾ എന്ന പേര് ആരാണ്? ഉയർന്ന ജാതിക്കാരാണ് അന്ന് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഉയർന്ന ജാതിക്കാർക്ക് ഇത് പറ്റൂലല്ലോ. അപ്പൊ അവരുടെ എതിർപ്പ് മൂലം അദ്ദേഹം പേര് മാറ്റിയിട്ട് മുത്തുക്കുട്ടി എന്നാക്കി. അപ്പൊ കിട്ടിയല്ലോ. അപ്പൊ മുടിചൂടും പെരുമാൾ, നിങ്ങൾ ആ സംഭവം എന്താന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും ഡൗട്ട് വരില്ല. കാരണം എന്തുകൊണ്ടാണ് മുത്തുക്കുട്ടി എന്ന പേര് മാറ്റേണ്ടി വരില്ല? എന്താണ്? മുടിചൂടും പെരുമാൾ. ഈ പെരുമാൾ എന്ന വാക്ക് അവിടെ വന്നതാണ് പ്രശ്നമായത്. അപ്പൊ മുടിചൂടും പെരുമാൾ എന്താണ് അതിന്റെ അർത്ഥം? കിരീടം ചൂടിയ മഹാവിഷ്ണു എന്നാണ് അതിന് അർത്ഥം വരുന്നത്. കിരീടം ചൂടിയ മഹാവിഷ്ണു. അപ്പൊ മുടിചൂടും പെരുമാൾ, ഈ പെരുമാൾ എന്ന വാക്ക് അവിടെ ഉള്ളത് കൊണ്ട് ഉയർന്ന ജാതിക്കാർ ഇതിനെ എതിർത്തു. അപ്പൊ ഉയർന്ന ജാതിക്കാർ ഇതിനെ എതിർത്തിട്ട് എന്ത് പറഞ്ഞു? അത് മാറ്റണം എന്ന് പറഞ്ഞു. അതുമൂലം അദ്ദേഹം മാറ്റിയത് എന്തിലേക്കാണ്? മുത്തുക്കുട്ടി എന്ന പേര് അദ്ദേഹം മാറ്റി. മുടിചൂടും പെരുമാൾ എന്ന പേര് മാറ്റിയിട്ട് മുത്തുക്കുട്ടി എന്ന പേര് സ്വീകരിച്ചു. അപ്പൊ മുടിചൂടും പെരുമാൾ എന്ന് ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? നമ്മുടെ വൈകുണ്ഠ സ്വാമികളാണ്. ഓക്കെ, വൈകുണ്ഠ സ്വാമികളാണ്. അതിന്റെ അർത്ഥം കിരീടം ചൂടിയ മഹാവിഷ്ണു എന്നാണ്. ഓക്കെ, ഇനി അവിടുന്ന് വേറൊരു ചോദ്യം വരുന്നുണ്ട്. മഹാവിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം വിശേഷിപ്പിച്ച നവോത്ഥാന നായകൻ ആരാന്ന് ചോദിക്കും. അതും വൈകുണ്ഠ സ്വാമികളാണ് കേട്ടോ. മഹാവിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം വിശേഷിപ്പിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. ഓക്കെ, വൈകുണ്ഠ സ്വാമികളാണ് മഹാവിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം വിശേഷിപ്പിച്ചത്. ഓക്കെ, അപ്പൊ മുടിചൂടും പെരുമാൾ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യകാല നാമം. ഓക്കെ, മുത്തുക്കുട്ടി, സമ്പൂർണ്ണദേവൻ, സാമൂഹ്യ വിപ്ലവകാരി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. മുത്തുക്കുട്ടി, സമ്പൂർണ്ണദേവൻ, സാമൂഹ്യ വിപ്ലവകാരി എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ വൈകുണ്ഠ സ്വാമികളാണ്. പിന്നെ അവിടുന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നത് വിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം വിശേഷിപ്പിക്കുകയാണ്. അപ്പൊ വിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം വിശേഷിപ്പിച്ച നവോത്ഥാന നായകൻ ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ഓക്കെ ആണല്ലോ, അതുവരെ ക്ലിയർ അല്ലേ? അപ്പൊ അടുത്തത്, ധ്യാനത്തിനായി അദ്ദേഹം തിരഞ്ഞെടുത്ത സ്ഥലം എവിടെയാണ്? സ്വാമിത്തോപ്പ് തന്നെയാണ്. അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? സ്വാമിത്തോപ്പാണ്. അപ്പൊ അവിടെ തന്നെയാണ് അദ്ദേഹം ധ്യാനത്തിനായി തെരഞ്ഞെടുത്ത സ്ഥലം. എന്നാൽ അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം എവിടെയെന്ന് ചോദിക്കും. അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ തിരുച്ചെന്തൂർ ആണ്. ഓക്കെ, തിരുച്ചെന്തൂർ 1833 അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിക്കുന്നത്. 1833 അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ചത് എവിടെ എന്നാണ്? ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ചത് എവിടെ വെച്ചാന്ന് ചോദിച്ചാൽ വടിവീശ്വരത്ത് വെച്ചിട്ടാണ് കേട്ടോ. ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ചത് വടിവീശ്വരത്ത് വെച്ചിട്ടാണ്. അത് ഞാൻ ഓർക്കാൻ ഒരു ഫാക്ട് പറഞ്ഞുതരാം. വടി കൊണ്ട് അടി കിട്ടിയിട്ടല്ലേ നമുക്കൊക്കെ ജ്ഞാനം ലഭിച്ചത്. ടീച്ചർമാർ വടി കൊണ്ട് നല്ല അടി തന്നിട്ടാണ് നമുക്കൊക്കെ എന്ത് ലഭിച്ചത്? കുറച്ച് ജ്ഞാനം ലഭിച്ചത്. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്ത വടിവീശ്വരം, വടി എന്ന് ഓർത്താൽ ജ്ഞാനോദയം. ഓക്കെ, അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്ത ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ചത് വടിവീശ്വരത്ത് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ വൈകുണ്ഠ സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലമാണ് തിരുച്ചെന്തൂർ. ഓക്കെ, തിരുച്ചെന്തൂർ 1833 അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ചത്. ധ്യാനത്തിനായി തെരഞ്ഞെടുത്ത സ്ഥലം ചോദിക്കണം. ഈ രണ്ടും മാറിപ്പോരുത്. ജ്ഞാനോദയം ലഭിച്ചത് വേറെ, ധ്യാനത്തിനായി അദ്ദേഹം തിരഞ്ഞെടുത്ത സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ അത് സ്വാമിത്തോപ്പാണ് കേട്ടോ. വൈകുണ്ഠ സ്വാമികൾ, അപ്പൊ സ്വാമികൾ ജനിച്ചത് സ്വാമിത്തോപ്പ്, അദ്ദേഹം ധ്യാനത്തിനായി തെരഞ്ഞെടുത്തതും സ്വാമിത്തോപ്പ്. ഓക്കെ, ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അദ്ദേഹത്തിൽ നിന്നുമാണ് ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ എന്ന ആശയം കടം കൊണ്ടത്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിൽ നിന്നും എടുത്തതാണ് ഈ കണ്ണാടി പ്രതിഷ്ഠ എന്നുള്ള ആശയം. അപ്പൊ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആരാന്ന് ചോദിച്ചാൽ അത് വൈകുണ്ഠ സ്വാമികളാണ്. മാറിപ്പോരുതേ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. ഓക്കെ, കണ്ണാടി പ്രതിഷ്ഠ ശ്രീനാരായണ ഗുരു നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ചോദ്യം എന്താ? ദക്ഷിണേന്ത്യയിൽ ആദ്യമായി നടത്തിയത് ആരാന്നാണ്? ഇദ്ദേഹത്തിൽ നിന്നുമാണ് ശ്രീനാരായണ ഗുരു അത് കടമെടുത്തത് കേട്ടോ. അപ്പൊ അതും കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകനാണ് ആര്? വൈകുണ്ഠ സ്വാമികളാണ്. ഒരിക്കലും മാറിപ്പോരുത്. ശ്രീനാരായണ ഗുരു അല്ല. ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാന്ന് ചോദിച്ചാൽ ആദ്യം ജനിച്ചത് ആരാ? ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാ? അതൊക്കെ നമ്മുടെ വൈകുണ്ഠ സ്വാമികളാണ്. അപ്പൊ അദ്ദേഹത്തെ വെച്ച് കണക്ട് ചെയ്ത ആദ്യം അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് എന്ന് വരെ അറിഞ്ഞാൽ മതി. അപ്പൊ തന്നെ നിങ്ങൾക്ക് കിട്ടും ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠ സ്വാമികളാണ്. കാരണം എന്താ? അദ്ദേഹമാണ് ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവ്. അദ്ദേഹമാണ് 1809 ജനിച്ചത്. അദ്ദേഹമാണ് ആദ്യം ജനിച്ചത്. ശ്രീനാരായണ ഗുരു 1856 ജനിച്ചത്. ഓക്കെ, അപ്പൊ ആദ്യമായി ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠ സ്വാമികളാണ്. ഇതുവരെ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഓക്കെ,
ദക്ഷിണേന്ത്യയിലെ ആദ്യ തൊഴിലാളി സമരം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ. ദക്ഷിണേന്ത്യയിലെ ആദ്യ തൊഴിലാളി സമരം നടത്തിയ നവോത്ഥാന നായകൻ. അവിടെ ഡൗട്ട് വരാനുള്ള ഒരാളുണ്ട്. ആരാണ് അത്? അയ്യങ്കാളി അല്ലേ? അല്ല, അയ്യങ്കാളി എന്താണ്? കർഷക സമരത്തിന്, ആദ്യ സംഘടിത കർഷക സമരത്തിന് നേതൃത്വം നൽകിയതാണ് അയ്യങ്കാളി. തൊഴിലാളി സമരം, ദക്ഷിണേന്ത്യയിൽ ആദ്യമായി തൊഴിലാളി സമരത്തിന് നേതൃത്വം നൽകിയതാര? തൊഴിലാളി സമരം സംഘടിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് വൈകുണ്ഠ സ്വാമികളാണ്. അപ്പൊ എന്തൊക്കെ പഠിച്ചു? ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ. ഓക്കെ, ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതും തൊഴിലാളി സമരം നടത്തിയതും ആര് എന്ന് ചോദിച്ചാൽ അത് വൈകുണ്ഠ സ്വാമികളാണ്. എന്ത് നടത്തിയതാണ്? അയ്യങ്കാളി. അയ്യങ്കാളി എന്താണ് നടത്തിയത്? ആദ്യമായി ആദ്യ സംഘടിത കർഷക സമരം. ആദ്യ സംഘടിത കർഷക സമരത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ അത് അയ്യങ്കാളിയാണ്. ഓക്കെ അല്ലേ? വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ ആരാ? വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയ നവോത്ഥാന നായകൻ ആരാന്ന് ചോദിച്ചാൽ അത് വൈകുണ്ഠ സ്വാമികളാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം, വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാന്ന് ചോദിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം. ഓക്കെ. മഹാവിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം വിശേഷിപ്പിച്ച നവോത്ഥാന നായകൻ ആര്? ഉറപ്പായിട്ടും ചോദിക്കും. മഹാവിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം വിശേഷിപ്പിച്ച നവോത്ഥാന നായകൻ ആരാന്ന് ചോദിച്ചാൽ അത് വൈകുണ്ഠ സ്വാമികളാണ്. മഹാവിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം വിശേഷിപ്പിച്ച നവോത്ഥാന നായകൻ. മുടിചൂടും പെരുമാൾ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ആരാന്ന് ചോദിക്കും. അതാരാണ്? വൈകുണ്ഠ സ്വാമികൾ. അദ്ദേഹം ആ പേര് മാറ്റാനുണ്ടായ കാരണം നമ്മൾ പറഞ്ഞു. എന്താണ്? പെരുമാൾ എന്ന പേര് ഉയർന്ന ജാതിക്കാർ മാത്രമാണ് സ്വീകരിച്ചത്. ഞാൻ ഇങ്ങനെ ഓരോ പോയിന്റുകളും പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് വന്നാലും ഒരിക്കലും തെറ്റരുത്. നിങ്ങൾ ഓരോ കഥകളും അറിഞ്ഞു പോയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് കഥകളാണ് ഉള്ളിൽ കയറുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ കുറച്ചുകൂടി എളുപ്പമാവും. അപ്പൊ എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ജസ്റ്റ് അദ്ദേഹം പേര് മാറ്റി മുത്തുക്കുട്ടി എന്നതിലേക്ക് പേര് മാറ്റി, ഇത് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ കുറച്ച് പണി ഉണ്ടെങ്കിലും ആ കഥ നിങ്ങൾ അറിഞ്ഞ എന്താണ്? മുടിചൂടും പെരുമാൾ. ഈ പെരുമാൾ എന്ന പേര് കാരണമാണ്, പെരുമാൾ എന്ന വാക്ക് അവിടെ വന്നതുകൊണ്ടാണ് അദ്ദേഹം പേര് മാറ്റിയത് എന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ആദ്യം എന്തായിരുന്നു പേര്? മുടിചൂടും പെരുമാൾ എന്നായിരുന്നു. അത് എന്തിലേക്ക് മാറ്റി? മുത്തുക്കുട്ടി എന്നതിലേക്ക് മാറ്റിയത് നിങ്ങൾക്ക് അവിടെ അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ മുത്തുക്കുട്ടി എന്നറിയപ്പെടുന്നതും സമ്പൂർണ്ണ ദേവൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതൊക്കെ ആരാണ്? അത് വൈകുണ്ഠ സ്വാമികളാണ്. എന്താണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ മഹാവിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം വിശേഷിപ്പിക്കുകയാണ് ചെയ്തത്. മഹാവിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം വിശേഷിപ്പിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. വൈകുണ്ഠ സ്വാമികളുടെ പ്രധാന ശിഷ്യനാണ് തൈക്കാട് അയ്യ. ആരാണ്? തൈക്കാട് അയ്യ. ഇനി ഒരു കണക്ഷൻ പറഞ്ഞുതരാം. ഈ തൈക്കാട് അയ്യയെ നിങ്ങൾ എങ്ങനെയാണ് കേട്ടിട്ടുള്ളത്? നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും? ഗുരുക്കന്മാരുടെ ഗുരു. എന്താണ്? ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുവാണ് തൈക്കാട് അയ്യ. ചട്ടമ്പി സ്വാമികളുടെ ഗുരുവാണ്. സ്വാതി തിരുനാളിന്റെ ഗുരുവാണ്. ഇവരുടെ ഒക്കെ ഗുരു ആരാണ്? തൈക്കാട് അയ്യയാണ്. ഓക്കെ, തൈക്കാട് അയ്യ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്നത്. ശ്രീനാരായണ ഗുരു. പലർക്കും അവിടെ ഡൗട്ട് വരും, ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു അല്ലേ? അല്ല, ഗുരുക്കന്മാരുടെ ഗുരു. ശ്രീനാരായണ ഗുരുവിന്റെ ഗുരു അല്ലേ? അപ്പോ അതാരാണത്? തൈക്കാട് അയ്യാണ്. ഈ തൈക്കാട് അയ്യ സ്വാമികൾക്ക് ഒരു ഗുരു ഉണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? തൈക്കാട് അയ്യ സ്വാമികളുടെ ജനനം കൂടി ഞാനൊന്ന് പറഞ്ഞുതരാം. 1814 തൈക്കാട് അയ്യ സ്വാമികൾ ജനിച്ചത്. തൈക്കാട് അയ്യ ജനിച്ചത് 1814 1814 തൈക്കാട് അയ്യ ജനിച്ചത്. എപ്പോഴാണ്? 1814. എന്നാൽ വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത് എപ്പോഴാണ്? 1809. അപ്പൊ തന്നെക്കാൾ പ്രായത്തിന് കുറച്ചും കൂടി മൂത്ത ഒരാളാണ് ആര്? വൈകുണ്ഠ സ്വാമികൾ. അപ്പൊ ഓപ്ഷനിൽ ഇനി തന്ന നിങ്ങൾക്ക് തരികയാണ് തൈക്കാട് അയ്യ സ്വാമികളുടെ ഗുരു ആര്? ശ്രീനാരായണ ഗുരു എന്ന് കൊടുത്ത എന്താണ്? തൈക്കാട് അയ്യ സ്വാമികൾ ജനിച്ചത് 1814. അദ്ദേഹത്തെ എത്രയോ കഴിഞ്ഞ് 1856 ശ്രീനാരായണ ഗുരു ജനിക്കുന്നത്. അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമികൾ 1853 ജനിക്കുന്നത്. എന്നിട്ട് ഇവരുടെ പേരുകൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വർഷം വെച്ച് മാത്രം സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. എന്താണ്? ഇവരെക്കാൾ ഇത്രയും ചെറിയ ഒരു ചങ്ങായിന്റെ അടുത്ത് പോയിട്ട് ശിഷ്യത്വം സ്വീകരിക്കാൻ നിൽക്കൂല അല്ലെ? അപ്പൊ അങ്ങനെ ഒന്ന് ആലോചിച്ച് വെച്ചാൽ അങ്ങനെ ചെറിയൊരു കണക്ഷൻ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ആരാണ്? വൈകുണ്ഠ സ്വാമികളെക്കാൾ കുറച്ച് പ്രായത്തിന് മൂത്ത ആളാരാണ്? അതാരാണത്? സോറി, വൈകുണ്ഠ സ്വാമികളെക്കാൾ അല്ല, തൈക്കാട് അയ്യ സ്വാമികളെക്കാൾ കുറച്ച് പ്രായത്തിന് മൂത്ത ആളാണ് ആര്? വൈകുണ്ഠ സ്വാമികൾ. അപ്പൊ അദ്ദേഹത്തിന്റെ തൈക്കാട് അയ്യ സ്വാമികളുടെ ശിഷ്യനായിരുന്നു വൈകുണ്ഠ സ്വാമികൾ. ഇനി മാറിപ്പോരുതേ. ഓക്കെ, അപ്പോ തൈക്കാട് അയ്യ സ്വാമികളുടെ ഗുരു ആര് എന്ന് ചോദിച്ചാൽ അത് വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികളുടെ പ്രധാന ശിഷ്യൻ ആര് എന്ന് ചോദിച്ചാൽ അത് തൈക്കാട് അയ്യാണ്. അദ്ദേഹത്തിന്റെ പ്രധാന ശിഷ്യന്മാരിൽ ഒരാളുടെ പേരാണ് എടുത്തു പറയുന്നത്. അതെപ്പോഴും തൈക്കാട് അയ്യാണ്. അപ്പൊ വൈകുണ്ഠ സ്വാമികളുടെ പ്രധാന ശിഷ്യനാണ് തൈക്കാട് അയ്യ. ഓക്കെ, തൈക്കാട് അയ്യ എന്താണ് അറിയപ്പെടുന്നത്? ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്നത് തൈക്കാട് അയ്യാണ്. പിന്നെ ഒരു വാക്കുകൾ ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ, ഇന്ത ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന് പറഞ്ഞത് ആരാണ്? തൈക്കാട് അയ്യാണ്. ഈ വാക്കുകളാണ് പിന്നെ നമ്മുടെ ആള് കടമെടുത്തത്. ആരാണ്? നമ്മുടെ ശ്രീനാരായണ ഗുരു. അതാണ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് പറഞ്ഞത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. അപ്പൊ അങ്ങനെയും ചോദ്യം വരും. ശ്രീനാരായണ ഗുരു ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന വാക്കുകൾ ആരിൽ നിന്നും കടം കൊണ്ടതാണെന്ന് ചോദിച്ചാൽ തൈക്കാടയിൽ
തൈക്കാടയിൽ നിന്നുമാണ്. ഓക്കെ, തൈക്കാടയിൽ നിന്നുമാണ്. ഇന്ത ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ. അദ്ദേഹം തമിഴിലാണ്. അദ്ദേഹം എന്താണ് അറിയപ്പെടുന്നത്? പാണ്ടി പറയൻ, പണലി പറയൻ, സൂപ്രണ്ടയ്യ എന്നൊക്കെ അറിയപ്പെടുന്നതാണ് തൈക്കാടയ്യ. അപ്പൊ ഈ തൈക്കാടയ്യയിൽ നിന്നുമാണ് ഇത് കടം കൊണ്ടത്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? തൈക്കാടയ്യ പറഞ്ഞത് ഇന്ത ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്നാണ് തൈക്കാടയ്യ പറഞ്ഞത്. ഈ വാക്കുകൾ ആരെടുത്തു? ശ്രീനാരായണ ഗുരു എടുത്ത് നമ്മളോട് പറഞ്ഞു, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ഓക്കെ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ഓക്കെ, അപ്പൊ അത് ശ്രീനാരായണ ഗുരുവാണ് പറഞ്ഞത്. ഇനി ജാതി ഒന്ന്, മതം ഒന്ന്, കുലമൊന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന്, മനുഷ്യർ എന്ന് പറഞ്ഞത് നമ്മുടെ വൈകുണ്ഠ സ്വാമികളാണ്. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന്, മനുഷ്യന് എന്ന് പറഞ്ഞത് ഒന്ന് 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 എന്ന് പറഞ്ഞത് ആരാണ്? അത് വൈകുണ്ഠ സ്വാമികളും. ഇന്ത ഉലകത്തിൽ തമിഴിൽ പറഞ്ഞത് തൈക്കാടയ്യയും. പിന്നെ എന്താണ്? ഒരു ജാതി, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യൻ എന്ന് പറഞ്ഞത് ജാതിമീമാംസ എന്ന കൃതിയിലൂടെ ആരാണ്? അത് ശ്രീനാരായണ ഗുരുവാണ്. ഇനി ജാതി വേണ്ട, മതം വേണ്ട, വേണ്ട വേണ്ട എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ സഹോദരൻ അയ്യപ്പനാണ്. ഓക്കെ, സഹോദരൻ അയ്യപ്പൻ. അപ്പൊ അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. അപ്പൊ ആരുടെ വാക്കുകളാണ് ഗുരു കടം കൊണ്ടത്? ശ്രീനാരായണ ഗുരു. ആരുടെ വാക്കുകളാണ് കടം കൊണ്ടത്? തന്റെ ഗുരുവായ തൈക്കാടയ്യ സ്വാമികളുടെ വാക്കുകളാണ്. ഇന്ത ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ. ഇനി ഏത് രീതിയിൽ സ്റ്റേറ്റ്മെന്റ് വന്നാലും നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ ഓരോ കണക്ഷനും വെച്ച് ഓരോന്നും നമുക്ക് പഠിച്ചു പോവാം. എന്ത് രീതിയിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് വന്നാലും നിങ്ങൾക്ക് തെറ്റില്ല. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നെ പോവാ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓരോ കാര്യങ്ങളും കണക്ട് ചെയ്ത് തന്നെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ വൈകുണ്ഠ സ്വാമികളുടെ പ്രധാന ശിഷ്യനാണ് തൈക്കാടയ്യ. ഈ ശിഷ്യത്വം വെച്ചിട്ടും നമുക്ക് കണക്ട് ചെയ്തൊരു കാര്യം പഠിക്കാണ്ട്. എന്താണ്? അദ്ദേഹത്തെ ജയിലിലേക്ക് അടക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പൊ ജാതി ഒന്ന്, മതം ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന്, മനുഷ്യന്. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന്, മനുഷ്യന്. ഒന്ന് 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 എന്ന് പറഞ്ഞത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യൻ എന്ന് പറഞ്ഞത് ആരാണ്? അതാരാണ്? അത് നമ്മുടെ ശ്രീനാരായണ ഗുരുവാണ്. ഇന്ത ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന് പറഞ്ഞത് തൈക്കാടയ്യാണ്. ജാതി വേണ്ട, മതം വേണ്ട, വേണ്ട വേണ്ട എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പനും ആണ്. ഓക്കെ, വൈകുണ്ഠ സ്വാമികളെ അറസ്റ്റ് ചെയ്ത് ശിങ്കാരത്തോപ്പ് ജയിലിൽ അടച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? സ്വാതി തിരുനാളാണ്. അവിടെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ട്. എന്താണ്? ഇദ്ദേഹത്തിന്റെ കുറച്ച് വിശേഷണങ്ങൾ, ഇദ്ദേഹം ചില കാര്യങ്ങൾ വിശേഷിപ്പിക്കുന്നുണ്ട്. അതിന്റെ പേരിലാണ് അദ്ദേഹം ജയിലിലായത്. എന്താണ്? ഒന്നാമത്, ബ്രിട്ടീഷ്, എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗം ഇതാണ്. എന്താണ്? ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണം എന്ന് വിശേഷിപ്പിച്ചത് ആര്? അല്ലെ, ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ബ്രിട്ടീഷ് ഭരണത്തെ, അല്ലെങ്കിൽ വെളുത്ത പിശാചിന്റെ ഭരണം, അങ്ങനെ എന്തെങ്കിലും ഓർത്തു വെക്കുക. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണം, അങ്ങനെയാവും ചോദിക്കുക. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണം എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് വൈകുണ്ഠ സ്വാമികളാണ്. അതുപോലെ തന്നെ തിരുവിതാംകൂർ രാജഭരണത്തെ കരിനീച ഭരണം എന്നും വിശേഷിപ്പിച്ചു. ഓക്കെ, കറുത്ത പിശാചിന്റെ ഭരണം എന്നും വിശേഷിപ്പിച്ചു. അപ്പൊ തിരുവിതാംകൂർ രാജഭരണത്തെ കരിനീച ഭരണം എന്ന് വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാലും വൈകുണ്ഠ സ്വാമികളാണ്. തിരുവിതാംകൂർ രാജാവിനെ അനന്തപുരിയിലെ നീചൻ എന്ന് വിശേഷിപ്പിച്ചതും വൈകുണ്ഠ സ്വാമികളാണ്. അപ്പൊ ആ സമയത്ത് തിരുവിതാംകൂർ രാജാവാരാണ്? രാജാവിനെ ഓരോന്ന് പറഞ്ഞ എന്താ അറസ്റ്റ് ഉണ്ടാവും. രാജാവിനെയാണ് പോയി പറഞ്ഞേക്കണത്. തിരുവിതാംകൂർ രാജാവിനെ എന്താ പറഞ്ഞത്? അനന്തപുരിയിലെ നീചൻ എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. അതിന്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. 1837 അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അപ്പൊ ആരാണ് അറസ്റ്റ് ചെയ്തത്? സ്വാതി തിരുനാളാണ്. ഓക്കെ, സ്വാതി തിരുനാൾ. ഈ തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ ഭരണകാലമാണ്? സ്വാതി തിരുനാളിന്റെ ഭരണകാലമാണ് കേട്ടോ. അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം. അപ്പൊ ഈ സ്വാതി തിരുനാളാണ് ആരെ അറസ്റ്റ് ചെയ്തത്? വൈകുണ്ഠ സ്വാമികളെ അറസ്റ്റ് ചെയ്ത് ആ ജയിലിന്റെ പേര് നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചോ. ശിങ്കാരത്തോപ്പ് ജയിലിലാണ് അടച്ചത്. ഓക്കെ, ശിങ്കാരത്തോപ്പ് ജയിലിലാണ് അടച്ചത്. അപ്പൊ അവിടെ ഓപ്ഷൻ തരും. വൈകുണ്ഠ സ്വാമികളെ അടച്ച ജയിലിന്റെ പേരെന്ത്? വൈകുണ്ഠ സ്വാമികളെ ഏത് ജയിലിലാണ് വസിപ്പിച്ചതെന്ന് ചോദിച്ചാൽ താഴെ ഓപ്ഷൻ ഉണ്ടാവും. സ്വാമിത്തോപ്പ് എന്നുണ്ടാവും. സ്വാമിത്തോപ്പല്ല, സ്വാമിത്തോപ്പ് അദ്ദേഹം ജനിച്ച സ്ഥലമാണ്. എന്താണ്? ശിങ്കാരത്തോപ്പ് ജയിലിലാണ് വൈകുണ്ഠ സ്വാമികളെ അടച്ചത്. ആരാണ്? സ്വാതി തിരുനാളാണ്. ഇനി നമ്മൾ നേരത്തെ ചെറുതായിട്ട് സൂചിപ്പിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്താണ്? ഈ സ്വാതി തിരുനാളിന് ഒരു ഗുരു ഉണ്ട്. ആരാണ്? അത് തൈക്കാട് അയ്യാണ് കേട്ടോ. സ്വാതി തിരുനാളിന്റെ ഗുരുവാണ് തൈക്കാട് അയ്യ. സ്വാതി തിരുനാളിന്റെ ഗുരുവാണ് തൈക്കാട് അയ്യ. ഈ തൈക്കാട് അയ്യ സ്വാമികളുടെ ഗുരുവാണ് ആര്? വൈകുണ്ഠ സ്വാമികൾ. അപ്പൊ ഈ തൈക്കാട് അയ്യ സ്വാമികളുടെ ഗുരുവിനെയാണ് പിടിച്ച് അറസ്റ്റ് ചെയ്ത് ഉള്ളിലിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ തൈക്കാട് അയ്യ സ്വാമികളുടെ ഗുരു തന്റെ ഗുരുവിനെ പിടിച്ചിട്ട് അറസ്റ്റ് ചെയ്ത് ഉള്ളിലിട്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ശിഷ്യം പൊന്തൂലേ? അപ്പൊ ശിഷ്യം പോയിട്ട് തന്റെ ശിഷ്യനായ സ്വാതി തിരുനാളിനോട് പോയി പറയാണ് അദ്ദേഹത്തെ വിട്ടയക്കണം. ഓക്കെ, അദ്ദേഹത്തെ വിട്ടയക്കണം. അപ്പൊ ആരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് വിട്ടയച്ചത്? ആരുടെ വാക്കുകൾ പ്രകാരമാണ് വിട്ടയച്ചത്? അദ്ദേഹം ജയിൽ മോചിതനായത് ആരുടെ വാക്കുകൾ പ്രകാരമാണെന്ന് ചോദിച്ചാൽ
തൈക്കാടയ്യ സ്വാമികളുടെ വാക്കുകൾ. അത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ ഒന്നും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട, നിങ്ങൾ ഈ കാര്യം ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. സാമാന്യ ബോധത്തോടെ ഇത് എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടായത് എന്ന് അറിഞ്ഞു വെച്ചാൽ മതി. എന്താണ് ഒന്നാമത്തെ കാര്യം? ഈ വൈകുണ്ഠ സ്വാമികളുടെ പ്രധാന ശിഷ്യനാണ് തൈക്കാട് അയ്യ. ഓക്കെ, തൈക്കാടയ്യ. ഈ തൈക്കാടയ്യ എന്ന് പറയുന്നത് ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്ന മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യനായ തിരുവിതാംകൂർ രാജാവ് ആരാന്ന് ചോദ്യം വന്നാലും നമുക്ക് പഠിക്കാണ്ട്. ആരാണ്? സ്വാതി തിരുനാളാണ്. ഇതേ സ്വാതി തിരുനാളാണ് വൈകുണ്ഠ സ്വാമികളെ പിടിച്ച് ജയിലിലിട്ടത്. ഓക്കെ, വൈകുണ്ഠ സ്വാമികളെ പിടിച്ച് ജയിലിലിട്ടത് ആരാണ്? സ്വാതി തിരുനാളാണ്. സ്വാഭാവികമായിട്ടും ആര് വരും? ഈ വൈകുണ്ഠ സ്വാമികളുടെ ശിഷ്യനായ ഇവരുടെ രണ്ടാളുമായിട്ട് മ്യൂച്വൽ ആയിട്ട് കണക്ഷൻ ഉള്ളത് ആർക്കാണ്? ഒരാൾ ശിഷ്യനാണ്, ഒരാൾ ഗുരുവാണ് അല്ലെ. ഈ തൈക്കാടയ്യയുടെ ഒരു ശിഷ്യനാണ് സ്വാതി തിരുനാൾ, തൈക്കാടയ്യയുടെ ഗുരുവാണ് വൈകുണ്ഠ സ്വാമികൾ. അപ്പൊ സ്വാഭാവികമായിട്ടും തൈക്കാടയ്യ ആരുടെ അടുക്കൽ ചെല്ലും? സ്വാതി തിരുനാളിന്റെ അടുക്കൽ ചെല്ലും. തന്റെ ശിഷ്യന്റെ അടുക്കൽ ചെന്ന് പറയാണ് വൈകുണ്ഠ സ്വാമികൾ എന്റെ ഗുരുവായ വൈകുണ്ഠ സ്വാമികളെ വിട്ടയക്കണം. സാമാന്യ ബോധം ഉണ്ടെങ്കിൽ കിട്ടും. അപ്പൊ ആരുടെ വാക്കുകൾ പ്രകാരമാണ് വിട്ടയച്ചതെന്ന് ചോദിച്ചാൽ തൈക്കാടയ്യ സ്വാമികളുടെ വാക്കുകൾ. അവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന്, എന്തിനാണ് അദ്ദേഹം ജയിലായെന്ന് ജസ്റ്റ് ആ കോൺസെപ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. എന്തൊക്കെ അയാൾ വിശേഷിപ്പിച്ചു, ശരിക്കും വിശേഷിപ്പിച്ചു, എന്ത് വിശേഷിപ്പിച്ചതിനാണ് അദ്ദേഹം ജയിലിലായതെന്ന് ചോദിച്ചാൽ അനന്തപുരിയിലെ നീചൻ എന്ന് തിരുവിതാംകൂർ രാജാവിനെ വിശേഷിപ്പിച്ചു. ഇനി ഏത് രാജാവിനെയാണ് അദ്ദേഹം വിശേഷിപ്പിച്ചതെന്ന് ചോദിച്ചാൽ അത് കിട്ടിയല്ലോ, സ്വാതി തിരുനാളിനെയാണ്. ആരെയാണ്? സ്വാതി തിരുനാളിനെയാണ്. ഓക്കെ, അപ്പൊ സ്വാതി തിരുനാൾ അദ്ദേഹത്തെ പിടിച്ച് ഏത് ജയിലിലാണ് അടച്ചതെന്ന് ചോദിക്കും, ഏത് വർഷമാണെന്ന് ചോദിക്കും. 1837 1837 അദ്ദേഹം ശിങ്കാരത്തോപ്പ് ജയിലിലാണ് അദ്ദേഹത്തെ അടച്ചത്. ആരുടെ വാക്കുകൾ പ്രകാരമാണ് വിട്ടയച്ചത്? തൈക്കാടയ്യ സ്വാമികളുടെ വാക്കുകൾ പ്രകാരമാണ് വിട്ടയച്ചത്. ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഇവിടെ ഇനി ഒരു ഡൗട്ടും ഇല്ലല്ലോ. ലാസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്യുമ്പോൾ ഒന്നും കൂടി നമുക്ക് ക്ലിയർ ആക്കി പോവാം. ഓക്കെ, ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണം എന്ന് വിശേഷിപ്പിച്ചു. ഞാൻ പറഞ്ഞു തന്നു, ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണമെന്നും തിരുവിതാംകൂർ രാജഭരണത്തെ കരിനീച ഭരണമെന്നും തിരുവിതാംകൂർ രാജാവിനെ അനന്തപുരിയിലെ നീചൻ എന്നും വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികൾ ആരംഭിച്ച ആരാധനാലയങ്ങൾ അറിയപ്പെടുന്നതാണ് നിഴൽ താങ്കൾ. എന്താണ്? നിഴൽ താങ്കൾ. ഓക്കെ, നിഴൽ താങ്കൾ. താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്കായി സ്കൂൾ സ്ഥാപിച്ചു. താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്കായി വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച സ്കൂളുകളുടെ പേരെന്താന്ന് ചോദിക്കും. താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്കായി വൈകുണ്ഠ സ്വാമികൾ ആരംഭിച്ച സ്കൂളാണ് നിശാ പാഠശാല. ഏതാണ്? നിശാ പാഠശാല. ഓക്കെ, അപ്പൊ വൈകുണ്ഠ സ്വാമികൾ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്കായി ആരംഭിച്ച സ്കൂൾ ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടിയില്ലേ? അതേതാണ്? നിശാ പാഠശാല. അദ്ദേഹം ആരംഭിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നത്, ആരാധനാലയങ്ങൾ അറിയപ്പെടുന്നതാണ് നിഴൽ താങ്കൾ. ചിട്ടയായ ജീവിത രീതി ജനങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി വൈകുണ്ഠ സ്വാമികൾ സംഘടിപ്പിച്ച ചടങ്ങാണ് എന്താണ്? തൂവയൽ പന്തി കൂട്ടായ്മ. തൂവയൽ പന്തി കൂട്ടായ്മ അതറിഞ്ഞു വെക്കണേ. തൂവയൽ പന്തി കൂട്ടായ്മ എന്താണ്? ചിട്ടയായ ജീവിത രീതി ജനങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ് എന്ത്? തൂവയൽ പന്തി കൂട്ടായ്മ. തൂവയൽ പന്തി കൂട്ടായ്മ. ഓക്കെ, വൈകുണ്ഠ സ്വാമികൾ ആരംഭിച്ച ചിന്താ പദ്ധതിയാണ് അയ്യാ വഴി. ഓക്കെ, അയ്യാ വഴിയാണ് വൈകുണ്ഠ സ്വാമികൾ ആരംഭിച്ച ചിന്താ പദ്ധതി. അദ്ദേഹം ആരംഭിച്ച ചിന്താ പദ്ധതിയാണ് അയ്യാ വഴി. അയ്യാ വഴി മതത്തിന്റെ ചിഹ്നം 1008 ഇതളുകളുള്ള തീജ്വാലയാണ് അയ്യാ വഴി മതത്തിന്റെ ചിഹ്നം. അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. അപ്പൊ അയ്യാ വഴി മതത്തിന്റെ ചിഹ്നം എന്താണ്? വൈകുണ്ഠ സ്വാമി അയ്യ അല്ലെ, വൈകുണ്ഠ സ്വാമികൾ. ഓക്കെ, അപ്പൊ അയ്യാ വഴി മതത്തിന്റെ ചിഹ്നമാണ് 1008 ഇതളുകളുള്ള തീജ്വാല. ഓക്കെ, അദ്ദേഹം അറിയപ്പെടുന്നത് എങ്ങനെയല്ല? അയ്യാ വൈകുണ്ഠ സ്വാമികൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അത് വെച്ച് തന്നെ നമുക്ക് കണക്ട് ചെയ്താൽ മതി കേട്ടോ. അയ്യാ വൈകുണ്ഠ സ്വാമികൾ അദ്ദേഹം ആരംഭിച്ചതാണ് എന്താണ്? അയ്യാ വഴി മതം. ഓക്കെ, അയ്യാ വഴി മതത്തിന്റെ ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നതാണ് പതികൾ. എന്താണ്? പതികൾ. അയ്യാ വഴി മതത്തിന്റെ ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നതാണ് പതികൾ. അയ്യാ വഴി മതത്തിന്റെ ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നതാണ് പതികൾ. നമുക്ക് ഈ ഭാഗം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണേ. വൈകുണ്ഠ സ്വാമികൾ ആരംഭിച്ച ആരാധനാലയങ്ങൾ, അദ്ദേഹം കുറച്ച് ആരാധനാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് നിഴൽ താങ്കൾ. എന്താണ്? നിഴൽ താങ്കൾ. വൈകുണ്ഠ സ്വാമികൾ ആരംഭിച്ച ആരാധനാലയങ്ങളാണ് നിഴൽ താങ്കൾ. താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്കായി അദ്ദേഹം കുറച്ച് സ്കൂളുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അദ്ദേഹം സ്ഥാപിച്ച സ്കൂളിന്റെ പേരാണ് എന്താണ്? നിശാ പാഠശാല. ഓക്കെ, നിശാ പാഠശാല. അവിടെ തന്നെ പാഠശാല. ഓക്കെ, പഠിത്തവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ സ്കൂളാണ് പാഠശാല. നിശാ പാഠശാല. ഓക്കെ, ചിട്ടയായ ജീവിത രീതി ജനങ്ങളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി അതെന്താണ്? അത് തൂവയൽ പന്തി കൂട്ടായ്മ. എന്താണ്? തൂവയൽ പന്തി കൂട്ടായ്മ. ചിട്ടയായ ജീവിത രീതി എന്നത് മാത്രം വെച്ച് കണക്ട് ചെയ്യുക. തൂവയൽ പന്തി കൂട്ടായ്മ. വൈകുണ്ഠ സ്വാമികൾ ആരംഭിച്ച ചിന്താ പദ്ധതിയാണ് അയ്യാ വഴി. അയ്യാ വൈകുണ്ഠ സ്വാമികൾ. അപ്പോ അയ്യാ വഴി. ഓക്കെ, അയ്യാ വഴി മതത്തിന്റെ ചിഹ്നം 1008 ഇതളുകളുള്ള തീജ്വാല. ഓക്കെ, അയ്യാ വഴി മതത്തിന്റെ ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നതാണ്
പദികൾ. എന്താണ്? പദികൾ. ഓക്കെ. ഇനി വൈകുണ്ഠ സ്വാമികളുടെ പ്രധാന കൃതികൾ ചോദിക്കും. താഴെ തന്നിരിക്കുന്നതിൽ വൈകുണ്ഠ സ്വാമികളുടെ കൃതികളിൽ പെടാത്തത് ഏത്? നമുക്ക് ബാക്കി എല്ലാവരുടെയും നമുക്ക് ഓരോ ക്ലാസ്സുകളിലായിട്ട് പഠിക്കാം. ശ്രീനാരായണ ഗുരുവിന്റെ ആയാലും നമുക്ക് അധികം ടഫ് ഇല്ലാതെ തന്നെ നമുക്ക് സിമ്പിൾ ആയി തന്നെ പഠിച്ചെടുക്കാൻ ശ്രമിക്കാട്ടോ. അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികളുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാടുണ്ട്. വേദാധികാര നിരൂപണം, അങ്ങനെ ഒരുപാട്, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ചേതനം, ആദിഭാഷ, പ്രാചീന മലയാളം, ഇതൊക്കെ വൈകുണ്ഠ സ്വാമികളുടെ കൃതി, ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ്. അപ്പൊ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിക്കാണ്ട്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യകാല കൃതി ഏതാണ്? ഗജേന്ദ്രമോക്ഷം, വഞ്ചിപ്പാട്ട്. പിന്നെ ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ച, ചട്ടമ്പി സ്വാമികളോടുള്ള ബഹുമാനാർത്ഥം ശ്രീനാരായണ ഗുരു രചിച്ച കൃതി ഏത്? നവമഞ്ചരി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേറിട്ട് തന്നെ പഠിക്കാണ്ട്. പിന്നെ ശ്രീനാരായണ ഗുരുവിന്റെ ഒരു വാക്കുകൾ, അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം എന്നത് ഏത് കൃതിയിലൂടെയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചതെന്ന് ചോദിച്ചാൽ ഏതാണ്? ആത്മോപദേശ ശതകം. ഓക്കെ, ആത്മോപദേശ ശതകം. നമുക്ക് ഓരോന്നും മനസ്സിലാക്കി തന്നെ പഠിച്ചു പോകട്ടോ. ഇപ്പൊ നമുക്ക് ആരുടെയാണ്? വൈകുണ്ഠ സ്വാമികളുടെ ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാം. ഏതൊക്കെയാണ് അദ്ദേഹത്തിന്റെ കൃതികൾ? അഖിലത്തിരുട്ട്, അമ്മാനൈ, അരുൾനൂൽ. അഖിലത്തിരുട്ട്, അമ്മാനൈ, അരുൾനൂൽ എന്നിവയാണ് വൈകുണ്ഠ സ്വാമികളുടെ കൃതികൾ. അഖിലത്തിരുട്ട്, അമ്മാനൈ, അരുൾനൂൽ. അഖിലത്തിരുട്ട്, അമ്മാനൈ, അരുൾനൂൽ. അഖിലത്തിരുട്ട്, അമ്മാനൈ, അരുൾനൂൽ. അദ്ദേഹത്തിന്റെ കൃതികളാണ് അഖിലത്തിരുട്ട്, അമ്മാനൈ, അരുൾനൂൽ. അഖിലത്തിരുട്ട്, അമ്മാനൈ, അരുൾനൂൽ. എല്ലാ ജാതിയിൽപ്പെട്ടവർക്കുമായി ഉപയോഗിക്കാൻ വൈകുണ്ഠ സ്വാമികൾ നിർമ്മിച്ച കിണറാണ് മുന്തിരി കിണർ. അതെന്തും അറിയപ്പെടുന്നു? സ്വാമി കിണർ എന്നും അറിയപ്പെടുന്നുണ്ട്. സ്വാമി കിണർ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇനി അത് എവിടെയാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ സാമാന്യ ബോധമുള്ള നമുക്കൊക്കെ കിട്ടും. അതെവിടെയാവും? സ്വാമിത്തോപ്പിലാണ് കേട്ടോ. അപ്പോൾ സ്വാമി കിണർ എന്നും അറിയപ്പെടുന്നുണ്ട്. എന്താണ്? മുന്തിരി കിണർ അല്ലെ. മുന്തിരി കിണറിന്റെ മറ്റൊരു പേരാണ് സ്വാമി കിണർ. അപ്പൊ ഇങ്ങനെ ചോദ്യം വരും, ആരാണ് സ്വാമി കിണർ സ്ഥാപിച്ചതെന്ന് ചോദിച്ചാലും ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. എല്ലാ ജാതിയിൽപ്പെട്ടവർക്കുമായി ഉപയോഗിക്കാൻ. അന്ന് എല്ലാവർക്കും ഒന്നും ഒരു കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റില്ല. ഉയർന്ന ജാതിയിൽപ്പെട്ടവരുടെ കിണർ, അവരുടെ പേരിലുള്ള കിണർ അവർക്ക് മാത്രം അതിൽ നിന്ന് വെള്ളം എടുക്കാനാണ്. അപ്പൊ ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് അതിൽ നിന്നും വെള്ളം എടുക്കാൻ പറ്റില്ല. അപ്പൊ ഈ സമയത്ത് വൈകുണ്ഠ സ്വാമികൾ പോയിട്ടൊരു കിണർ നിർമ്മിക്കുകയാണ്. അത് ഏത് ജാതിയിൽപ്പെട്ടവരുമായിട്ട് എല്ലാവരും വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ വെള്ളം എടുക്കണം. അത് ഏത് കിണറ്റിൽ നിന്ന്? മുന്തിരി കിണർ. ആ കിണറിന്റെ പേരാണ് മുന്തിരി കിണർ. എവിടെയാണ്? സ്വാമിത്തോപ്പിലാണ് അദ്ദേഹം പണിഞ്ഞത്. അതിന്റെ മറ്റൊരു പേരാണ് സ്വാമി കിണർ. അപ്പൊ അത് ആരാണ് പണി കഴിപ്പിച്ചത്, അല്ലെങ്കിൽ ആരാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ അതാണ് വൈകുണ്ഠ സ്വാമികളാണ്. സമപന്തി ഭോജനം നടത്തിയ നവോത്ഥാന നായകൻ. സമപന്തി ഭോജനം, ഈ സമം എന്ന വാക്ക് വൈകുണ്ഠ സ്വാമികളുമായിട്ട് കണക്ഷൻ ഉള്ള വാക്കാണ്. സമം. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു? സമപന്തി ഭോജനം, സമത്വ സമാജം, ഇത് രണ്ടും വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ സമപന്തി ഭോജനം നടത്തിയത് ആരാന്ന് ചോദിച്ചാൽ വൈകുണ്ഠ സ്വാമികളാണ്. സമപന്തി ഭോജനം നടത്തിയത് വൈകുണ്ഠ സ്വാമികളാണ്. പന്തി ഭോജനം നടത്തിയത് ആരാ? അത് തൈക്കാട് അയ്യാണ്. പന്തി ഭോജനം നടത്തിയത് തൈക്കാട് അയ്യ. പ്രീതി ഭോജനം നടത്തിയത് ആരാന്ന് ചോദിച്ചത് വാഗ്ഭടാനന്ദനാണ്. ഓക്കെ, മൂന്നും പഠിച്ചു വെച്ചോ. സമപന്തി ഭോജനം നടത്തിയത് വൈകുണ്ഠ സ്വാമികൾ, പന്തി ഭോജനം നടത്തിയത് തൈക്കാടയ്യ, പ്രീതി ഭോജനം നടത്തിയത് ആരാണ്? വാഗ്ഭടാനന്ദൻ. ഓക്കെ, അപ്പൊ സമപന്തി ഭോജനം നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ സമത്വ സമാജം. ഓക്കെ, സമത്വ സമാജം 1836 സ്ഥാപിച്ചത്. ഓക്കെ, കേരളത്തിലെ ആദ്യ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായിട്ട് അറിയപ്പെടുന്നത് ഏതെന്ന് ചോദിച്ചാലും അത് ഏതാണ്? സമത്വ സമാജമാണ്. 1836. ഓക്കെ, അപ്പൊ കേരളത്തിലെ ആദ്യ സാമൂഹിക പരിഷ്കരണ സംഘടന ഏത് എന്നൊക്കെ ചോദിച്ചാൽ ഏതാണ്? നമ്മുടെ സമത്വ സമാജമാണ്. 1836 സ്ഥാപിതമായത്. അപ്പൊ ആരാണ് സമത്വ സമാജം സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. സമപന്തി ഭോജനം നടത്തിയ നവോത്ഥാന നായകൻ ആരാന്ന് ചോദിച്ചാലും വൈകുണ്ഠ സ്വാമികളാണ്. പന്തി ഭോജനം നടത്തിയത് ആരാന്ന് ചോദിച്ചാൽ തൈക്കാടയ്യാണ്. പ്രീതി ഭോജനം നടത്തിയത് ആരാന്ന് ചോദിച്ചാൽ വാഗ്ഭടാനന്ദനാണ്. ചാന്നാർ ലഹളക്ക് പ്രചോദനം നൽകിയ ആത്മീയ നേതാവ് ആര്? ഇനി നിങ്ങൾക്ക് അടുത്തത് ഡൗട്ട് വരാനുള്ളത് അതാണ്. അതിനാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ അദ്ദേഹം ജനിച്ച വർഷം ഒന്ന് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എല്ലാം കിട്ടും. എല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റിയ കാര്യമാണ്. ചാന്നാർ ലഹളക്ക് പ്രചോദനമേകിയ ആത്മീയ നേതാവ്. അവിടെ ഓപ്ഷനിൽ തരിക ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, വൈകുണ്ഠ സ്വാമികൾ. നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? എപ്പോഴാണ് ഈ ചാന്നാർ ലഹള നടന്നത്? ചാന്നാർ ലഹള നടന്നത് എപ്പോഴാണ്? 1859. ഓക്കെ, 1859 ചാന്നാർ ലഹള നടന്നത്. ഓക്കെ, ചാന്നാർ ലഹള നടന്നത് പ്രധാനപ്പെട്ട വർഷം നമുക്ക് പഠിക്കാനുള്ളത് 1859. ഓക്കെ, കിട്ടുമല്ലോ. അപ്പൊ 1809 ചാന്നാർ ലഹള നടന്നത്. അത് കിട്ടിയല്ലോ, 1859. ഇനി നിങ്ങൾക്ക് കണക്ഷൻ നോക്കാം. എപ്പോഴാണ് ശ്രീനാരായണ ഗുരു? ആദ്യത്തെ ഓപ്ഷൻ ചിലപ്പോൾ തരിക ശ്രീനാരായണ ഗുരു ആവും. എപ്പോഴാണ് അദ്ദേഹം ജനിച്ചത്? 1856. അപ്പൊ ഈ 1859 ശ്രീനാരായണ ഗുരുവിന് എത്ര വയസ്സുണ്ടാവും? 3 വയസ്സ്. 3 വയസ്സുള്ള ഒരു കുട്ടി പോയിട്ട് എന്താണ്? ചാന്നാർ ലഹളക്ക് പ്രചോദനമേകുകയാണ്. നടക്കുന്ന കാര്യം
അപ്പൊ നമുക്ക് അങ്ങനെ ആലോചിച്ചാൽ പോരെ, 3 വയസ്സുള്ള ഒരു ചെറിയ കുട്ടി പോയിട്ടാണ്. അപ്പൊ നമ്മൾ പറയാണ് ശ്രീനാരായണ ഗുരുവാണ്. സാമാന്യ ബോധമുള്ളവർക്ക് അവിടെ പോയാൽ ഇനി ഇത് ഡൗട്ട് വരില്ല. സാമാന്യ ബോധമുള്ളവർക്ക് ഓക്കെ, അത് നിങ്ങൾ അവിടെ പോയി തെറ്റിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം. 3 വയസ്സുള്ള ഒരു ചെക്കനാണ്, അങ്ങനെ ആലോചിച്ചാൽ മതി. 3 വയസ്സുള്ള ഒരു കുട്ടിയാണ് ചാന്നാർ ലഹളക്ക് പ്രചോദനമേകുന്നത്. നിങ്ങൾ പോയിട്ട് ഓപ്ഷൻ തെറ്റിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം. ഓക്കെ, 3 വയസ്സുള്ള ഒരു ചെക്കനാണ്, നിങ്ങൾ പോയിട്ട് കുത്താണ് ശ്രീനാരായണ ഗുരു ചാന്നാർ ലഹളക്ക് പ്രചോദനമേകിയ ആത്മീയ നേതാവ് ആര്, നിങ്ങൾ പോയിട്ട് ശ്രീനാരായണ ഗുരു കറുപ്പിക്കുകയാണ്. എന്താണ് അപ്പൊ ആലോചിക്കുക, 3 വയസ്സുള്ള ഒരു കുട്ടിയാണ് എന്ത് ചെയ്യുന്നത്, ചാന്നാർ ലഹളക്ക് പ്രചോദനമേകുന്നത്. ഓക്കെ, അപ്പൊ നല്ല കണക്ഷൻ ഉള്ള കാര്യമല്ലേ. അപ്പൊ അതവിടെ പോയി. എന്താണ് ശ്രീനാരായണ ഗുരു അല്ല. പിന്നെ നമുക്ക് പഠിക്കണം 1856 അദ്ദേഹം ജനിച്ചത്. 3 വയസ്സാണ് അപ്പൊ ഉണ്ടാവുക. 1859 ചാന്നാർ ലഹള നടക്കുമ്പോൾ ശ്രീനാരായണ ഗുരുവിന് വയസ്സ് 3. അപ്പൊ 3 വയസ്സുള്ള ഒരു കുട്ടി ചാന്നാർ ലഹളക്ക് പ്രചോദനമേകുകയാണ്. അപ്പൊ അത് പോയി. പിന്നെ നമുക്ക് അവിടെ ഉള്ളത് ആരാണ്, ചട്ടമ്പി സ്വാമികളാണ്. 1853 അദ്ദേഹം ജനിച്ചത്. പ്രായം കുറച്ച് കൂടുതലുണ്ട് അല്ലെ, 6 വയസ്സുണ്ട്. അപ്പൊ 6 വയസ്സുള്ള ഒരു ചെക്കനാണ്, ഒരു കുട്ടിയാണ് എന്ത് ചാന്നാർ ലഹളക്ക് പ്രചോദനമേകുന്നത്. സാമാന്യ ബോധമുള്ളവർക്ക് അതും അവിടുന്ന് പോയി. പിന്നെ ഒരാളുള്ളത് അയ്യങ്കാളി. അദ്ദേഹം ജനിച്ചിട്ട് പോലുമില്ല, ജനിക്കുന്നതിന് മുമ്പ് തന്നെ ചാന്നാർ ലഹളക്ക് പ്രചോദനമേകിയ ഒരു മനുഷ്യനായിരുന്നു അയ്യങ്കാളി. ഓക്കെ, അദ്ദേഹത്തിന് വയറ്റിലാണെങ്കിൽ കൂടി വയറ്റിൽ കിടക്കുക 10 മാസമാണ്. അദ്ദേഹം ജനിച്ചത് 1863 1863. ഇനി 10 മാസം വയറ്റിൽ കിടക്കുന്ന കൂട്ടിയാലും 1862 അദ്ദേഹം വയറ്റിലുണ്ടാവുക. അപ്പൊ വയറ്റിൽ പോലും ഇല്ലാത്തൊരു സമയമാണ് 1859. ഈ സമയത്ത് അദ്ദേഹം ജനിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് ചാന്നാർ ലഹളക്ക് പ്രചോദനമേകിയത്. അപ്പൊ 3 മണ്ടത്തരങ്ങൾ അവിടെ കണക്ട് ചെയ്താൽ തന്നെ ഈ 3 ആളും പോയി. പിന്നെ ആരാണ് 1809 ആര് ജനിച്ചത്, നമ്മുടെ വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത്. അപ്പൊ ചാന്നാർ ലഹളക്ക് പ്രചോദനമേകിയ ആത്മീയ നേതാവ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇനി ഡൗട്ട് വരിക, കാണാതെ പഠിക്കുക, ഒന്നും ചെയ്യേണ്ട. ഇവരുടെയൊക്കെ വർഷങ്ങൾ, ഇവർ ജനിച്ച വർഷങ്ങൾ, ഇവർ ഏത് സമയത്താണ് ഓരോ സംഭവം. ഇനി നിങ്ങൾക്ക് ജനിച്ച വർഷങ്ങൾ പഠിക്കാൻ പണി ഉണ്ടായിക്കോട്ടെ, നിങ്ങൾക്ക് നല്ല ടഫ് ഉള്ള ഭാഗമാണ്. ജനിച്ച വർഷങ്ങളൊക്കെ പഠിക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഓക്കെ, ഇന്ന് വിട്ടുകളെ, ഞാൻ പഠിക്കരുതെന്ന് ഞാൻ ഒരിക്കലും പറയാലേ. എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. ഇനി നിങ്ങൾക്ക് അവിടെ പോയിട്ട് ജനിച്ച വർഷം ഓർമ്മ വരുന്നില്ലെങ്കിൽ സാമാന്യ ബോധത്തോടെ ചിന്തിക്കുക. ഇവർ ഏത് സമയത്താണ് നല്ല ട്രെൻഡിൽ കളിച്ചിരുന്ന സമയം അല്ലെ. ഇവർ 1888 അരുവിപ്പുറം പ്രതിഷ്ഠ ശ്രീനാരായണ ഗുരു. ഓക്കെ, 1893 വില്ലുവണ്ടി യാത്ര അയ്യങ്കാളി. അങ്ങനെ ഓരോരുത്തരുമായിട്ട് കണക്ഷൻ ഉള്ള കാര്യം ഒന്ന് ജസ്റ്റ് ഓർത്തു വെച്ചാൽ അത് അവിടെ കിട്ടും. ഓക്കെ, ഇനി ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും തമ്മിൽ കണ്ടുമുട്ടിയ വർഷമാണ് 1882. അപ്പൊ ഇവർ ജനിച്ചിരിക്കുന്നത് ആ ഒരു മേഖലയായിട്ടാണ്. അപ്പൊ 1809 ആര് ജനിച്ചത്. ഇവര് നല്ല പ്രായത്തിൽ നിൽക്കുന്ന സമയം എപ്പോഴാണ്, നല്ല പ്രായം, ഒരാളുടെ നല്ല പ്രായം മീൻസ് ആരുടെയാണ് ഒരു നല്ല പ്രായം 1859 അത് ആരുടെയാണ്, അത് നമ്മുടെ വൈകുണ്ഠ സ്വാമികളുടെ മാത്രമാണ്. ഓക്കെ, 1809 ജനിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിനാണ് 1859 നല്ല കണക്ഷൻ ഉള്ളത്. ബാക്കി നിങ്ങൾക്ക് ഞാൻ ഇത്രയും പറഞ്ഞു തന്നതിൽ സാമാന്യ ബോധം അധികം വിശദീകരിക്കേണ്ട ആവശ്യം വരില്ല തോന്നുന്നു. കാരണം എന്താ, ഒരാൾക്ക് 3 വയസ്സ്, ഒരാൾക്ക് 6 വയസ്സ്, ഒരാൾ ജനിച്ചിട്ട് പോലുമില്ല. അപ്പൊ ഇവരൊക്കെയാണ് എന്തിന് പ്രചോദനമേകുന്നത്, ചാന്നാർ ലഹളക്ക് പ്രചോദനമേകുന്നത്. അങ്ങനെ വലിയ വലിയ ആൾക്കാർ ചെയ്തിട്ട് നടക്കാത്തൊരു കാര്യം ഒരു കുട്ടിയുടെ പ്രചോദനത്തിൽ ഇങ്ങനെ നടക്കുകയാണ്, അല്ലെങ്കിൽ ജനിക്കാത്ത ഒരാളുടെ പ്രചോദനത്തിൽ ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ അല്ല, അങ്ങനെ ചാന്നാർ ലഹളക്ക് പ്രചോദനമേകിയ ആത്മീയ നേതാവ് ആരാന്ന് ചോദിച്ചത് ആരാണ്, അത് വൈകുണ്ഠ സ്വാമികളാണ്. ഇനി അവിടെ ഡൗട്ട് വരുന്നത്, ഇനി നമുക്ക് ചാന്നാർ ലഹളയുമായിട്ട് കുറച്ചൊന്ന് ബന്ധപ്പെടുത്തിയാലോ. ചാന്നാർ ലഹള നടന്ന വർഷം നമ്മൾ പറഞ്ഞു 1859. ചാന്നാർ ലഹളക്ക് പ്രചോദനമേകിയ ആത്മീയ നേതാവ് ആരാന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു അത് വൈകുണ്ഠ സ്വാമികളാണ്. ഇനി ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയ തിരുവിതാംകൂർ രാജാവ് ആരാന്ന് ചോദിക്കും. അതാരാണ്, അത് ഉത്രം തിരുനാളാണ്. ആരാണ്, ഉത്രം തിരുനാളാണ്. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയത് ഉത്രം തിരുനാളാണ്. ആരാണ്, ഉത്രം തിരുനാളാണ്. ഇനി വേറൊരു കാര്യം കൂടി പഠിക്കാം. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ച ദിവസം, വർഷം നമുക്കറിയാം. ചാന്നാർ ലഹള നടന്നത് 1859. ആ സമയത്ത് ആരാണ് ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയത്, അത് ഉത്രം തിരുനാളാണെന്ന് നമ്മൾ പഠിച്ചു. ഇനി ആ ദിവസം കൂടി ഒന്ന് പഠിച്ചു വെക്കുക. 1859 ജൂലൈ 26 ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചത്. അതുവരെ ക്ലിയർ അല്ലേ, സെറ്റ് അല്ലേ. അപ്പൊ ചാന്നാർ ലഹളയുമായിട്ടുള്ള കണക്ഷനും കിട്ടി. അപ്പൊ ചാന്നാർ ലഹളക്ക് പ്രചോദനമേകിയ ആത്മീയ നേതാവ് ഇനി ഒരിക്കലും മറക്കില്ല, അതാരാണ്, വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠമല സ്ഥിതി ചെയ്യുന്നത് അത്തളവിള. എവിടെയാണ്, അത്തളവിള. അത്തളവിത്തള ചിന്നൊക്കെ ആലോചിച്ച് വെച്ചാൽ മതി. അപ്പൊ അത്തളവിള, വൈകുണ്ഠ സ്വാമികൾ അത്തളവിള അല്ലെ, സോറി വൈകുണ്ഠമല സ്ഥിതി ചെയ്യുന്നത് അത്തളവിളയിലാണ്, കന്യാകുമാരിയിലെ അത്തളവിള. അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക കേട്ടോ. അപ്പൊ ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ. അദ്ദേഹം ജനിച്ച വർഷം നിങ്ങൾ എന്തായാലും അറിഞ്ഞു വെക്കണം, 1809. 1809. അപ്പൊ തൈക്കാടയ്യയുടെ ഗുരു ആവാനുള്ള ഒരേ ഒരു സാധ്യത ഉള്ള മനുഷ്യനാണ് വൈകുണ്ഠ സ്വാമികൾ. അപ്പൊ 1809 വൈകുണ്ഠ സ്വാമികൾ. ഒരേ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മുമ്പ് ജനിച്ച കുറെ ആൾക്കാരില്ലേ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ഒരിക്കലും നിങ്ങൾക്ക് ഓപ്ഷനിൽ അതിനു മുമ്പ് ജനിച്ച ആരെയും തരാൻ സാധ്യതയല്ല. അപ്പൊ നിങ്ങൾക്ക് തരികയാണെങ്കിൽ ശ്രീനാരായണ ഗുരു ഇങ്ങനെയൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ടാവുക. അപ്പൊ അതിൽ പോയിട്ട് ആരെയാണ് കുത്തേണ്ടത്, അത് വൈകുണ്ഠ സ്വാമികളാണ്. ഓക്കെ, അപ്പൊ തൈക്കാടയ്യ സ്വാമികളുടെ ഗുരുവാണ്
ആര്? വൈകുണ്ഠ സ്വാമികൾ. ഓക്കെ, പിന്നെ നമുക്ക് അവരുടെ ശിഷ്യത്വവും ഗുരുത്വം ഒക്കെ വെച്ച് കണക്ട് ചെയ്തിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു. ശിങ്കാരത്തോപ്പ് ജയിലിൽ അടച്ചപ്പോൾ ആരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഇറക്കി കൊണ്ടുവന്നത്? ആരാണ്? തൈക്കാടയ്യാണ് കേട്ടോ. അപ്പൊ തൈക്കാടയ്യയുടെ ശിഷ്യനായിരുന്നു സ്വാതി തിരുനാൾ, തൈക്കാടയ്യയുടെ ഗുരുവായിരുന്നു വൈകുണ്ഠ സ്വാമികൾ. അദ്ദേഹം ഏത് ജയിലിലാണ് അടച്ചതെന്ന് പഠിക്കണം. ശിങ്കാരത്തോപ്പ് ജയിലിലാണ് കേട്ടോ. ഏത് രാജാവാണ് അദ്ദേഹത്തെ ജയിലിൽ അടച്ചതെന്ന് ചോദിച്ചാൽ സ്വാതി തിരുനാളാണ്. അദ്ദേഹത്തിന്റെ ഭരണകാലമാണ് തിരുവിതാംകൂറിന്റെ സുവർണ്ണ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. അപ്പൊ കഥകളിയുടെ സുവർണ്ണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ ഭരണകാലമാണ്? കഥകളിയുടെ സുവർണ്ണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഉത്രം തിരുനാളിന്റെ ഭരണകാലമാണ്. അപ്പൊ ഈ ഉത്രം തിരുനാൾ എന്താണ്? ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയത് ഉത്രം തിരുനാളാണ്. ചാന്നാർ ലഹള നടന്ന വർഷം 1859. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ച ദിവസം 1859 ജൂലൈ 26. അപ്പൊ എല്ലാം ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. എല്ലാ ഭാഗവും റിവൈസ് ചെയ്യുക. ഏതെങ്കിലും ഭാഗം ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ച് കേട്ട് നോക്കുക. ഡൗട്ട് വരാൻ സാധ്യതയല്ല. പക്ഷെ ഏതെങ്കിലും ഭാഗം ചെറിയ രീതിയിലും ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വിട്ടുകളയരുത്. ഓരോ ഭാഗവും ഒന്നിനൊന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ഭാഗവും ശ്രദ്ധിച്ച് കേട്ട് നോക്കുക, ശ്രദ്ധിച്ച് തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് ഡിസ്കസ് ചെയ്ത ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളുമാണ് ഞങ്ങൾക്ക് അടുത്ത ക്ലാസ്സുകൾ ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ ഓരോ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.